സദൃശവാക്യം 25:21. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. എന്താണ് വചനം പറയുന്നത്? നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടേ എങ്കിൽ അവന് നീ ആഹാരം കൊടുക്കൂ, അവന് നന്മ ചെയ്യുക. അതിനുള്ള പ്രതിഫലം ദൈവം നിനക്ക് നൽകും. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ വിശന്നിരിക്കുകയാണെങ്കിൽ ആഹാരം കൊടുക്കുക. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഈ ഒരു മനസ്സുള്ളവനായ ഏലിശ എന്തു ചെയ്തെന്നറിയാമോ? തൻ്റെ ശത്രുക്കൾക്ക് ആഹാരം കൊടുത്തു. അവർ വിശന്നിരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനിടയായി. അവർക്ക് നന്മ ചെയ്തു. വചനത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ശ്രദ്ധിക്കുക, നമ്മുടെ ഇടയിൽ ആരെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാത്തതായ ആളുകളുണ്ടോ? എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, അവനെന്നെ നിന്ദിച്ചവനാണ്, എന്നെ ദുഷിച്ചവനാണ്, അപവാദം പറഞ്ഞവനാണ്, എനിക്കെതിരെ പരാതി കൊടുത്തവനാണ്. ലോകത്തിൽ ആരോട് ക്ഷമിച്ചാലും ഞാൻ അവനോട് മാത്രം ക്ഷമിക്കില്ല, അവൻ്റെ ചെയ്തികൾ താങ്ങാൻ കഴിയുന്നില്ല. ദയവുചെയ്ത് ശ്രദ്ധിക്കൂ, നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തവരാണ്. ക്ഷമിക്കപ്പെടാൻ നമ്മൾ യോഗ്യതയുള്ളവരല്ല. എന്നാൽ കർത്താവ് നമ്മോട് ക്ഷമിച്ചു. കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളെ ദ്രോഹിച്ചതായ ആളുകളോടും ക്ഷമിക്കുക. ദൈവദാസന്മാർ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവവേലയിൽ അതിൻ്റെ ഫലം കാണാൻ കഴിയും. ക്ഷമിക്കുക. എലിശ എന്താണ് ചെയ്യുന്നത്? തന്നെ കൊല്ലുവാൻ വന്നതായ ആളുകളെ ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നപ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കുകയാണ്, ആഹാരം കൊടുക്കുകയാണ്, തൻ്റെ ആത്മീയത കാണിക്കുന്നു. അവർ വയറു നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം അവരുടെ രാജ്യത്തിലേക്ക് അവരെ അയച്ചു. എന്തുകൊണ്ടിങ്ങനെ ചെയ്തു? ദൈവം പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്. ഭയങ്കര മഴ പെയ്യുന്നു, കൊടുങ്കാറ്റുമുണ്ട്. ആ സമയത്ത് ഒരു വ്യക്തി കാട്ടിൽ വേട്ടയ്ക്ക് പോയിരുന്നു. അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഓടി വരാനിടയായി. ആ വലിയ മഴയിൽ അകപ്പെട്ട് നനഞ്ഞു കുളിച്ച് ഭയന്ന് വിറച്ചുകൊണ്ട് ആരെങ്കിലും തന്നെ സഹായിക്കാനുണ്ടോ എന്ന് ആഗ്രഹിച്ച് നോക്കുമ്പോൾ ഒരു കുടിലുണ്ടായിരുന്ന മനുഷ്യൻ അവനെ അകത്തോട്ട് ക്ഷണിച്ചു. ആ ധനവാൻ അവനൊരു ടവൽ കൊടുത്തു, അതുപോലെ ചൂട് ചായ കൊടുത്തു. ചായ കൊടുത്തതിന് ശേഷം വിശന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ തന്നെ കുറച്ച് റൊട്ടി ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഒരു കോഴി ഉണ്ടായിരുന്നു, അതിനെ കൊന്നിട്ട് കറി വെച്ച് ആ റൊട്ടിയോടൊപ്പം പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുത്തപ്പോൾ ഒരു വശത്ത് വിശപ്പുണ്ട്, മറുവശത്ത് ഭയമുണ്ട്, അതുപോലെ തണുത്ത് വിറയ്ക്കുകയുമാണ്. അയാൾ ഇങ്ങനെ ചോദിച്ചു, ആഹാരം കഴിച്ചതിന് ശേഷം, ഞാൻ നിനക്ക് എന്ത് ഉപകാരം ചെയ്തത് കൊണ്ടാണ്, എന്ത് നന്മ ചെയ്തത് കൊണ്ടാണ് നീ എനിക്കിങ്ങനെ ആഹാരമൊക്കെ തന്നത്? എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തന്നത്? അപ്പോഴാ വ്യക്തി പറയുകയാണ്, യജമാനനെ, നിങ്ങളെനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഞാനത് പറയാം? ഈ കാട്ടിലുണ്ടാകുന്നതായ ഫലവർഗ്ഗങ്ങളും പഴങ്ങളുമൊക്കെ പറിച്ച് പട്ടണത്തിൽ കൊണ്ടുവന്ന് വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് ഉപജീവനം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പച്ചക്കറിയൊക്കെ വിറ്റതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ വലിയ മഴ പെയ്യുകയായിരുന്നു. അങ്ങനെ നനയാതിരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ വീടിൻ്റെ വശത്തായിട്ട് ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. ആ ഷെഡിൽ ഞാൻ നനയാതെ കയറി നിൽക്കുവാനിടയായി. മുകളിൽ നിന്ന് അങ്ങത് കണ്ടു. അങ്ങനെ കണ്ടിട്ട്, എടാ, നീ എന്താണ് ചെയ്യുന്നത്? എന്തിനവിടെ നിൽക്കുന്നു? അവിടെ നിന്നും കടന്നു പോവുക എന്ന് ഉറക്കെ പറയാനിടയായി. ഞാൻ നനഞ്ഞ് വിറച്ച് മൂളിയും ഞരങ്ങിയും കൊണ്ട് അവിടെ തന്നെ നിന്നുപോയി. പിന്നീട് അങ്ങ് എന്തു ചെയ്തെന്നറിയാമോ? അങ്ങയുടെ കാവൽക്കാരനെ അയച്ചു. എൻ്റെ കഴുത്തിന് പിടിച്ച് അയാൾ പുറത്താക്കി. ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ വെളിച്ചത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടു. ആ മുഖം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്നെനിക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്ര ദുഷ്ടതയോടെ പ്രവർത്തിച്ചതായി എന്നെ എന്തിനാണ് നീ ഇന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ആഹാരം നൽകുവാനിടയായത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ആ മേശയുടെ മുകളിൽ എന്താണ് അറിയാമോ? അത് വിശുദ്ധ വേദപുസ്തകമാണ്. ആ വിശുദ്ധ വേദപുസ്തകമാണ് എന്നെ പഠിപ്പിച്ചത്.
ശത്രുവിന് വിശന്നാൽ ആഹാരം കൊടുക്കണമെന്ന്, അവനെ സഹായിക്കണമെന്ന്. അങ്ങനെ ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്ന്. പ്രിയ സഹോദര സഹോദരി, ഇതാണ് ദൈവമക്കൾ ചെയ്യുന്ന പ്രവൃത്തി. എലീശ ചെയ്തത് അതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് അതാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് അതാണ്. ഇതിലെല്ലാം പ്രതിപാദിക്കുന്നതിൻ്റെ സാരാംശം ഒന്നു തന്നെയാണ്. നിന്റെ ശത്രുവിനെ വിശന്നിരിക്കുമ്പോൾ ആഹാരം കൊടുക്കുക. നീ അവനോട് വിദ്വേഷം കാണിക്കരുത്. അതാണ് ചെയ്തത് എലീശ. എന്നാൽ പ്രതിഫലം എന്താണ്? ആഹാരം കൊടുത്തു, പ്രതിഫലം എന്താണ്? നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 23-ാം വാക്യം. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്ന് ഒരുക്കി. അവർ തിന്നു കുടിച്ചതിനു ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. എന്താണ്? അവർ പിന്നെ വന്നിട്ടില്ല. അവർ ഇസ്രായേൽ ദേശത്തിന് എതിരായിട്ട് പിന്നെ വന്നിട്ടേയില്ല. ശത്രുക്കളെ സ്നേഹിച്ചപ്പോൾ ദൈവം ശത്രുക്കളെയെല്ലാം കൂട്ടിക്കെട്ടി അവരുടെ കയ്യിലേക്ക് കൊടുക്കാനിടയായി. അവർ സ്നേഹമുള്ളവരാണ്, അത്ഭുതവാനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ശല്യം ചെയ്യാൻ പോകേണ്ട. അന്ന് അവർ കൊടുത്ത ആഹാരം കാരണം അവരുടെ മനസ്സ് മാറി. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മൾ സമാധാനപ്പെടുത്തുന്നവരായിരിക്കും, നമുക്കുണ്ടായിരിക്കുന്നതിനെ സംരക്ഷിക്കുന്നവർ ആയിരിക്കും. അതുപോലെ മറ്റുള്ളവരെ ഒരുമിപ്പിക്കുന്നവരായിരിക്കും, അല്ലാതെ ശത്രുത വർദ്ധിപ്പിക്കുന്നവർ ആകില്ല. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായും ലളിതമായും ഞങ്ങളോട് സംസാരിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. എലീശയ്ക്ക് ഉണ്ടായിരുന്ന ആത്മീയത കൊണ്ട് സമാധാനമുണ്ടാക്കി. ശത്രു പലപ്പോഴും ആക്രമണം നടത്താനൊക്കെ നോക്കിയപ്പോൾ സമാധാനം ആഗ്രഹിച്ചു. തനിക്കുണ്ടായിരുന്ന ആത്മീയത കൊണ്ട് രാജ്യത്തെ കാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ശത്രുവിനെ തൻ്റെ കൈകളിൽ കിട്ടിയ സമയത്തും ക്രൂരമായിട്ടൊന്നും പ്രവർത്തിക്കാതെ ദൈവമേ ശത്രുവിന് ആഹാരം കൊടുത്തു. അങ്ങനെ ആഹാരം കൊടുത്തതുകൊണ്ട് അവർ പിന്നീട് വരുമായി യുദ്ധം ചെയ്യുവാൻ വരാതെയുമായി. ഈ ആത്മീയത ഞങ്ങൾക്ക് തരണമേ. ഈ ഒരു വിശ്വസ്തത ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിന്നിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുവാനുള്ളതായ അത്ഭുതകരമായ ആത്മീയത ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചതായ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.